4 വീഡിയോസും കൂടി കമ്പൈൻ ചെയ്ത് ഒറ്റ വീഡിയോ ആക്കിയിട്ട് ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗൈസ്. നമ്മളിന്ന് ഒരു പ്രൊഡക്റ്റിൻ്റെ ആഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുള്ളി യൂസ് ചെയ്യുന്നത് AI ആണ്. ഇതിന് നമ്മൾ പ്രൊഡക്റ്റ് ഷൂട്ട് നടത്തുന്നില്ല, വേറെ സ്ക്രിപ്റ്റിങ്ങിന് സമയം കളയുന്നില്ല, പ്ലാനിങ്ങിന് സമയം കളയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. AI കൊണ്ട് ഫുള്ള് പണിയെടുപ്പിച്ച് നോക്കാൻ പോവാണ് എന്തായിരിക്കും ഔട്ട്പുട്ട് എന്നുള്ളത് നോക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ടൂൾ എന്ന് പറയുന്നത് മാഗ്നിഫിക് ആണ്. പ്ലീസ് നോട്ട്, ഇതൊരു മാഗ്നിഫിക്കിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ അല്ല, ജസ്റ്റ് ആ ഒരു ടൂൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ മാഗ്നിഫിക് എന്ന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് എന്താക്കാം, സെർച്ച് ചെയ്യാം. ഈ മാഗ്നിഫിക് എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഫ്രീ പിക്ക് ഉണ്ടല്ലോ, കുറെ പേർക്കൊക്കെ അറിയുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഫ്രീ പിക്ക് എന്ന് പറയുന്നത്. ആ ഫ്രീ പിക്കിന്റെ നെയിം ചേഞ്ച് ആയിട്ട് ഇപ്പൊ മാഗ്നിഫിക് എന്നായിട്ടുണ്ട്. ഇപ്പൊ ഈ മാഗ്നിഫിക്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ സ്പേസസ്, ഇമേജ് ജനറേഷൻ, വീഡിയോ ജനറേഷൻ, വോയിസ് ജനറേഷൻ, ഡിസൈനർ, 3D സീൻസ് എന്നുകൊണ്ട് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ സ്പേസസ് ആണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ, അതായത് ഇമേജ് ജനറേഷൻ, ആ ഇമേജിനെ വീഡിയോ ആക്കാനുള്ള കാര്യങ്ങൾ, ഇതല്ലാതെ നമ്മൾ ഇത് തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അതിന്റെ പ്രോംപ്റ്റിങ് നമ്മൾ ചെയ്യുന്നത് ChatGPT-ലാണ്. അപ്പൊ ഇതിന്റെ ഫുൾ പ്രോംപ്റ്റും കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പ്രൊഡക്റ്റോ കാര്യങ്ങളോ ഉണ്ട്, നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി നടത്താനോ അല്ലെങ്കിൽ അതിൻ്റെ ആഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ബഡ്ജറ്റും കാര്യങ്ങളും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൂൾ യൂസ് ചെയ്തിട്ട് അത് വർക്കൗട്ട് ചെയ്യാം. അപ്പം അതിൻ്റെ ഒരു റൂട്ട് മാപ്പ് ഞാൻ എന്താക്കാം, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഇപ്പം ഇതേപോലത്തെ ബിസിനസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ട് ബിസിനസ്സും കാര്യങ്ങളുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണമെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ, അവർക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും. കാരണം കമ്പാരിറ്റീവ്ലി ചീപ്പാണ് ഈ ഒരു സംഭവം, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ഔട്ട്പുട്ട് കിട്ടും, പക്ഷെ ചീപ്പായിട്ട് നമുക്കിത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഒരിക്കലും ഡിസൈനേഴ്സിനെയോ വീഡിയോ എഡിറ്റേഴ്സിനെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫേഴ്സിന് റീപ്ലേസിംഗ് അല്ല. നമുക്ക് പെട്ടെന്നുള്ള കാര്യങ്ങൾക്കും അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സിനൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടിപ്പ്, അത്രേ ഉള്ളൂ. അപ്പൊ അതിൽ ഈ മാഗ്നിഫിക് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ ഞാൻ സ്പേസസ് ആണ് ഓപ്പൺ ആക്കുന്നത്. ഈ സ്പേസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സ്പേസസ് എന്ന് പറയുന്ന ഇന്റർഫേസ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നുണ്ടാവാം. അപ്പൊ അതിൽ നമ്മൾ എന്താണ്, ഇമേജ് ജനറേറ്റർ എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്തു. ഇപ്പൊ ഞാൻ പ്രോംപ്റ്റ് ഓൾറെഡി ഞാനിവിടെ സ്റ്റിക്കി നോട്ട്സിൽ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ. അപ്പൊ ഞാൻ എന്താണ് ഫസ്റ്റത്തെ പ്രോംപ്റ്റ്, ഇപ്പൊ ഞാൻ റോണിൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്, റോണിൻ പെർഫ്യൂം എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ 9:16 അല്ലെങ്കിൽ എനിക്ക് വേണ്ട റേഷ്യോയിൽ ഞാൻ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഇപ്പൊ ഇമേജ് ഇവിടെ ജനറേറ്റ് ആയി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇമേജ് ജനറേറ്റ് ആയിട്ടുണ്ട്. ദെൻ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന്, ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മുകളിലൊരു ഓപ്ഷൻ ഉണ്ട്, നോഡ് പോലെ ജനറേറ്റ് ഇമേജ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്ത് ഒരു ജനറേറ്റ് ഇമേജ് കൊടുത്തു. അപ്പൊ എന്തായി, ഈ ഫസ്റ്റ് ഫ്രെയിമിൽ നിന്ന് സെക്കൻഡ് ഫ്രെയിം ആ സെയിം ഇമേജിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് കിട്ടും. അതാണ് ഈ ഒരു സ്പേസസിന്റെ ഏറ്റവും വലിയ ഉപകാരം. സെക്കൻഡ് പ്രോംപ്റ്റ് ഞാൻ എന്താക്കാം, ഇവിടെ പ്ലേസ് ചെയ്യാണ്. റേഷ്യോയും കാര്യങ്ങളൊക്കെ സെയിം തന്നെ. അപ്പൊ ഇവിടെ ആ ഇമേജ് ജനറേറ്റ് ആവുന്നുണ്ട്. അപ്പൊ അത് ജനറേറ്റ് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ബാക്കി ഇമേജ് ജനറേറ്റ് ചെയ്യാം. ഇപ്പൊ ഇതിന് നമുക്കൊരു 20 സെക്കൻഡ്സ് ഒക്കെ ഇനി ബാലൻസ് കാണിക്കുന്നുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇമേജ് ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും സെയിം മെത്തേഡ് തന്നെ ഇവിടെ ഇമേജ് ജനറേഷൻ കൊടുത്തിട്ട്, പക്ഷെ ഞാൻ സെക്കൻഡ് ഇമേജ് എന്നല്ല നോഡ് കൊടുക്കുന്നത്, ഫസ്റ്റ് ഇമേജ് എന്ന് തന്നെയാണ്. കാരണം ഫസ്റ്റ് ഇമേജ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇമേജ്, ബേസ് ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് ഇമേജിന് ഞാൻ വീണ്ടും നോഡ് കൊടുത്തു, അതിന്റെ പ്രോംപ്റ്റ് ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള 4ാമത്തെ ഇമേജ് എനിക്ക് ജനറേറ്റ് ചെയ്യണം. അതിന് ഞാൻ എന്ത് കൊടുക്കുകയാണ്, വീണ്ടും നോഡ് കൊടുക്കുകയാണ് ഫസ്റ്റ് ഇമേജിൽ നിന്ന്. അതും ഞാൻ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ 3ാമത്തെ ഇമേജ് ജനറേറ്റ് ആയിട്ടുണ്ട്, 4ാമത്തെ ഇമേജ് ജനറേറ്റ് ആയി പോയിക്കൊണ്ടിരിക്കണം. ദെൻ വീണ്ടും ലാസ്റ്റത്തെ ഒരു ഫ്രെയിം കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, 5 ഇമേജ് ജനറേറ്റ് ചെയ്യാം. ഇനി അവിടെ നിന്ന് എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം. ഞാൻ 5ാമത്തെ ഇമേജും കൂടി ഇപ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്രെയിം, സെക്കൻഡ് ഫ്രെയിം, തേർഡ് ഫ്രെയിം, പിന്നെ നമ്മുടെ ലാസ്റ്റ് ഫ്രെയിം ഓപ്പൺ ആവുന്നുണ്ട്. അപ്പം ഞാൻ ഈ നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഇമേജ് ഉണ്ടല്ലോ, ആ 2ാമത്തെ ഇമേജ്, ആ 2ാമത്തെ ഇമേജിൽ നിന്ന് എനിക്ക് എന്ത് വേണം, ആ ഇമേജിനെ ഇമേജ് ടു വീഡിയോ ആക്കണം. അപ്പോൾ അത് ഇമേജ് ടു വീഡിയോ ആക്കാനായിട്ട് ഞാൻ എന്താക്കാണ്, അവിടെ ഇമേജിന്റെ നോഡ് ആഡ് ചെയ്യുന്നിടത്ത് ഞാനൊരു വീഡിയോ നോഡ് ആഡ് ചെയ്തു, വീഡിയോ ജനറേഷൻ. എന്നിട്ട് ഞാൻ എന്ത് കൊടുക്കണം, സൗണ്ട് ഓൺ ആക്കി കൊടുക്കുകയാണ്. ഒരെണ്ണമാണ്, ഒരു വേർഷൻ എനിക്ക് മതി എന്നുള്ളത് മെൻഷൻ ചെയ്തു. 9:16 ആക്കി 2 to 4 സെക്കൻഡ്സ് ഞാൻ ഡ്യൂറേഷൻ കൊടുക്കുന്നു. വീണ്ടും അവിടെ പ്രോംപ്റ്റ് ഞാൻ ആഡ് ചെയ്തു. ഇതേ സെയിം സാധനം തന്നെ ഞാൻ എല്ലാ ഇമേജസിനും റിപ്പീറ്റ് ചെയ്യാണ്. സെക്കൻഡ് ഇമേജിന് ഞാൻ ഇമേജ് ടു വീഡിയോ കൊടുക്കുകയാണ്. തേർഡ് ഇമേജിനും സെയിം കോൺസെപ്റ്റ് ഞാൻ വീണ്ടും ചെയ്യുകയാണ്. അങ്ങനെ എല്ലാ ഇമേജിനും ഞാൻ എന്താക്കാം,
ഈ ഒരു സാധനം വർക്കൗട്ട് ചെയ്യാണ്. എല്ലാത്തിനും ഇമേജ് ടു വീഡിയോ പ്രോംപ്റ്റ് ഞാൻ കൊടുക്കുകയാണ്. എല്ലാത്തിനും സൗണ്ട് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഓറിയന്റേഷൻ 9:16 കൊടുത്തു, 2 to 4 seconds കൊടുത്തു. ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 5 ഇമേജസും 4 വീഡിയോസാണ്. ഈ 5 ഇമേജസിൽ ഫസ്റ്റത്തെ ഇമേജ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഇമേജ് ആണ്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഇമേജ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഓൾറെഡി പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ നമ്മുടെ ജസ്റ്റ് ഫോണിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ChatGPT ഇട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഫ്രെയിമിലോട്ട് അതിനെ മാറ്റാം, പ്രൊഡക്റ്റിനെ മാറ്റാം. ദെൻ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ ആക്കാനുള്ള ഈ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യും. ഇപ്പം ഞാനിതിലൊരു പ്രോംപ്റ്റ് ഉണ്ട് ഇതിൽ നമ്മുടെ പ്രൊഡക്റ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഫ്രം സ്ക്രാച്ച് ഞാനൊരു ജസ്റ്റ് ഒരു ഇമാജിനറി ബ്രാൻഡാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഇമേജ് സെറ്റ് ചെയ്യുക, ബേസ് ഇമേജ് സെറ്റ് ചെയ്യുക. ദെൻ ആ ബേസ് ഇമേജിൽ നിന്നായിരിക്കണം നിങ്ങളുടെ ആഡിന് വേണ്ട കോൺസെപ്റ്റ്, അതായത് 4 ഇമേജും 5 ഇമേജും ആണെന്നുണ്ടെങ്കിൽ ആഡിന് വേണ്ട കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട്. ദെൻ അതിനെ ഇമേജ് ടു വീഡിയോ എന്നുള്ള കോൺസെപ്റ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാനുള്ള പ്രോംപ്റ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. പ്രോംപ്റ്റ് ഓൾറെഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ കറന്റ് നമ്മുടെ 4 വീഡിയോസ് മറ്റേ ടൈം ജനറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അത് ജനറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ എന്തായിട്ടുണ്ട്, ജനറേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റത്തെ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ആ ഒരു പ്രൊഡക്റ്റ് പൊന്തി വരുന്ന മോഡലിലാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന പ്രോംപ്റ്റ്. ഫസ്റ്റത്തെ വീഡിയോ കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് വീഡിയോയും ഇപ്പോൾ ജനറേറ്റ് ആയിട്ടുണ്ട്. ദെൻ നമ്മുടെ തേർഡ് വീഡിയോ ആൻഡ് ഫോർത്ത് വീഡിയോ 2 മിനിറ്റ്സിനുള്ള ഒരു ജനറേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രൊഡക്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ആ പ്രൊഡക്റ്റ് ഫ്രെയിം ബൈ ഫ്രെയിം ഇങ്ങനെ നമുക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ജനറേറ്റ് ആയി കഴിഞ്ഞു, സെക്കൻഡ് വീഡിയോ കഴിഞ്ഞു, തേർഡ് വീഡിയോ കഴിഞ്ഞു, അങ്ങനെ ഫോർത്ത് വീഡിയോ കൂടി കഴിഞ്ഞു. അപ്പോൾ ഈ 4 വീഡിയോസും കഴിയുമ്പോൾ നമുക്ക് ഒരു ടോട്ടൽ ഒരു പിക്ചർ കിട്ടി. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ സ്പേസസ് എന്ന് പറയുന്ന ആ ഒരു വർക്ക് ഏരിയ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ബേസ് ഇമേജ് 4, ജനറേറ്റഡ് ഇമേജ് 4 വീഡിയോസ്. ഇനി ഈ സാധനങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിക്ക് ഇഷ്ടമുള്ളതുപോലെ എഡിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ 4 വീഡിയോസും കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്ത് ഒറ്റ വീഡിയോ ആക്കിയിട്ട് ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന 4 ഇമേജ് അല്ലെങ്കിൽ 5 ഇമേജസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഈ 5 ഇമേജസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 5 ഇമേജസിൽ 4 ഇമേജസിനെ വീഡിയോ ആക്കിയപ്പോൾ ഇതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന 4 വീഡിയോസ്. ഇതെല്ലാതും കമ്പൈൻഡ് ആക്കിയിട്ടാണ് നമ്മൾ ഒറ്റ പ്രൊഡക്റ്റ് വീഡിയോ ആക്കിയത്. സംഭവം ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കറക്റ്റ് ഒരു പ്രോംപ്റ്റ് ഉണ്ടായാൽ മതി. ആ പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്കൊരു ഐഡിയ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതല്ല, നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു ഐഡിയ ഉണ്ട്, അപ്പോൾ നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഐഡിയ ജനറേറ്റ് ആക്കാനുള്ള മോഡൽ പ്രോംപ്റ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അത് വെച്ചിട്ട് ഈ സ്പേസസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫ്രെയിംസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ റോണിൻ ട്രെയിലർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ എടുക്കുന്നുണ്ടാവും. അത് ഇതേപോലെ ഫ്രെയിം ബൈ ഫ്രെയിം നമ്മൾ എന്താക്കിയതാണ്, സ്പേസസ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇതും ഒരു നല്ലൊരു ഓപ്ഷനാണ്. ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം ഇതിൻ്റെ പ്രീമിയം വേർഷൻ എടുക്കേണ്ടി വരും. പ്രീമിയം വേർഷൻ അറൗണ്ട് ഒരു 2000 rupees ഒക്കെ വരുന്നതെന്ന് തോന്നുന്നു കറൻ്റ്ലി. ചെക്ക് നോക്കാം. നമുക്ക് എന്തായാലും ഒരു 3-4 ആഡ്സ് ഒക്കെ ഇതേപോലെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇമേജ് ജനറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. AI ടൂൾസ് യൂസ് ചെയ്യുക. AI ആയിട്ട് കൂടുതൽ കുറച്ചുകൂടി നമ്മുടെ വർക്ക് ഫ്ലോയിൽ AIനെ കൂടുതൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല ഔട്ട്പുട്ട്സ് കിട്ടും. ഇപ്പോൾ ഒരു അധികം ബഡ്ജറ്റ് ഇറക്കാൻ കറൻ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ബിസിനസ് നല്ല ലെവലിലേക്ക് ഗ്രോ ചെയ്യിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പ്രൊമോഷൻ പർപ്പസിന് നമുക്ക് ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ ഇറക്കാനില്ല, നിസ്സാര പൈസ ഇറക്കിയിട്ട് നല്ലൊരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൂൾസും കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ട് അത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യാം. ഇപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് നമുക്കൊരു ആഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് AI. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്യാം. പിന്നെ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട്
ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഇതേപോലത്തെ കൂടുതൽ കോണ്ടന്റ് നമ്മുടെ പേജിൽ ഇനി വരുന്നുണ്ടാവും, AI റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സീ യു.